നിയമസഭാ കയ്യാങ്കളിയിൽ ഖേദം പ്രകടിപ്പിച്ച ഡോക്ടർ കെ ടി ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇതിനകം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പല ആൾക്കാരും ഷെയർ ചെയ്ത് കഴിഞ്ഞു. സ്പീക്കറുടെ കസേരയിൽ താൻ തൊടാൻ പാടില്ലായിരുന്നു എന്ന ഒരു തുറന്നു പറച്ചിലാണ് ഡോക്ടർ കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത്. വികാര തള്ളിച്ചയിൽ സംഭവിച്ച കൈപ്പിഴയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ വിമർശനത്തിന് ഉത്തരമായി ഡോക്ടർ ജലീൽ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയെന്നറിയാൻ നമുക്ക് സലീം മാലിക് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സലീം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ സാഹചര്യത്തിൽ ഒരു കുമ്പസാരം? SKN കെ ടി ജലീൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റിന് ഒരു കമൻറ്റ്, അതായത് EP ജയരാജനൊപ്പം ചേർന്നുകൊണ്ട് സ്പീക്കറുടെ കസേര വലിച്ച് താഴെയിടാൻ ശ്രമിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു കമൻറ്റ് അതിൽ ഇട്ടിരുന്നു ഒരാൾ. അതിന് മറുപടിയായാണ് ഈ തുറന്നു പറച്ചിൽ കെ ടി ജലീൽ നടത്തുന്നത്. അത് വികാരത്തള്ളിച്ചയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ആ നിലയിൽ മനുഷ്യനല്ലേ, തെറ്റുകൾ പറ്റും, പക്ഷേ അത് താൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊരു അബദ്ധമാണ് എന്ന നിലയിലാണ് നിലവിൽ ഇപ്പോൾ കെ ടി ജലീൽ ആ ഫേസ്ബുക്കിലെ ആ കമൻറ്റിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. നേരത്തെ കേരളം മുഴുവൻ മായി കണ്ടതായിരുന്നു ആ നിയമസഭാ കയ്യാങ്കളിയെങ്കിലും കോടതിയിൽ ഉൾപ്പെടെ സർക്കാർ സ്വീകരിച്ച നിലപാട് അങ്ങനെ ആയിരുന്നില്ല. അത്തരത്തിലൊരു നിയമസഭാ കയ്യാങ്കളി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോടതിയിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. മാത്രമല്ല, ഇനി മത്സര രംഗത്തേക്കില്ല താൻ, ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കെ ടി ജലീൽ നടത്തിയത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്.